തുടക്കത്തിലേ പറയട്ടെ, ഇതിൻ്റെ ആധികാരികതയൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം 99% ആളുകളുടെയും ചെവിയിൽ ഈ ബ്ലൂടൂത്തുകളാണ്. അറിയാലോ, ഹെഡ്സെറ്റുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്ന എനിക്കുണ്ടായ സ്വന്തം അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വേറൊന്നുമല്ല, ഇന്ന് തന്നെ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കാൻ കാരണം ഇന്ന് ഞാനൊരു ഡോക്ടറെ വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. മുഴുവനായും കാണാൻ കഴിയുന്നവർ അത് കാണാതിരിക്കരുത്. പ്രത്യേകിച്ച് ഇന്ന് 99% ആളുകളും ഉപയോഗിക്കുന്നൊരു സാധനമാണ് ഈ ഹെഡ്സെറ്റ്. അതുകൊണ്ട് തന്നെ അതിന് എന്താണ് ഭവിഷ്യത്തുകൾ വരാൻ പോകുന്നതെന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിനിടയിൽ എൻ്റെ അനുഭവം നിങ്ങളോട് പറയാം. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായിട്ട് ഞാൻ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. വലതുവശത്തെ ചെവിക്ക് എനിക്കിപ്പോൾ കേൾവി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇടതുഭാഗത്ത് നിന്ന് കേൾക്കുന്ന അത്രയും എനിക്ക് വലതുഭാഗത്ത് നിന്ന് കേൾക്കുന്നില്ല. ഞാൻ നാട്ടിൽ പോകുമ്പോൾ ENT ഡോക്ടറെ കൊണ്ട് കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം കൂടുതൽ ടൈം ഞാൻ ഒരു സിംഗിളാണ് ഉപയോഗിക്കുന്നത്, വലതുഭാഗത്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത്, നമ്മൾ സംസാരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ വലതുഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് നമുക്ക് കുറച്ച് ദൂരെ നിന്ന് കേൾക്കുന്ന പോലെ ഫീലായി. അതാദ്യമൊക്കെ ഞാൻ അവഗണിച്ചു. പക്ഷേ എനിക്കിപ്പോൾ അത് ബോധ്യപ്പെട്ടു. എന്നെ സംബന്ധിച്ച് ഇത് സത്യമായ കാര്യമാണ്. അത് റേഡിയേഷൻ കൊണ്ടാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെന്നോ എനിക്കറിയില്ല. പക്ഷേ ഇതൊരു സംഭവം സത്യമാണ്. നിങ്ങളിൽ പലർക്കും അത് അറിയുന്നില്ല. നിങ്ങൾ ദയവായിട്ട് എൻ്റെ വീഡിയോ കണ്ടവർ അല്ലെങ്കിലും ആളുകളോട് പറഞ്ഞിട്ട് ഹെഡ്സെറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ ഒരു ENT ഡോക്ടറെ കൊണ്ട് ഇടയ്ക്കൊന്ന് ചെക്കപ്പ് ചെയ്യാൻ മറക്കരുത്. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി നോക്കണം കഴിയുന്നതും. കാരണം നമ്മൾ അറിയുന്നില്ല, നമ്മളുടെ ചെവിയുടെ കേൾവി കുറഞ്ഞു വരുന്നത് നമ്മൾ ആരും അറിയുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആ ഡോക്ടർ പറഞ്ഞത് ഒന്ന് കാണുക. എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഈ ഡോക്ടർ പറഞ്ഞത് വളരെ വളരെ സത്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് കടപ്പാടോടുകൂടി ഞാനിത് പോസ്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേൾവിക്കുറവുണ്ടാവും? ഒന്നാമത്തെ കാര്യം, ചെവിയുടെ വളരെ അടുത്ത് വെച്ചാണ് ഈ ശബ്ദം പോകുന്നത്. അതായത് വെളിയിലുള്ള ശബ്ദം അകത്ത് വരുന്നതും അതേ ശബ്ദം ഹെഡ്ഫോൺസിൽ കൂടെ കേൾക്കുന്നതിനും വളരെ വ്യത്യാസമുണ്ട്. അതിൻ്റെ വോള്യത്തിൽ ഡെസിബൽ എന്ന മെഷർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ എത്രയോ തവണ ചെവി താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ് അവിടെ ചെവിക്കകത്തെത്തുന്നത്. വെക്കുന്ന ആൾ ഇതിനെപ്പറ്റി ചിലപ്പോൾ അറിയുന്നേ ഇല്ല. ദിവസം മുഴുവൻ എന്തുകൊണ്ട് ഇത് വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. മൊബൈൽ ഫോൺ ഇന്ന് എല്ലാവരും യൂസ് ചെയ്യുന്നു. മൊബൈൽ ഫോൺ പല സന്ദർഭങ്ങളിലും ശബ്ദം വെച്ച് കേൾക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒരു മീറ്റിങ്ങിലാവുമ്പോഴും ഒക്കെ ഇത് സഹായകരമാണ്. അപ്പോൾ അതേസമയം 2-3 ഗ്രൂപ്പുകളുണ്ട്. അവർക്കിത് യൂസ് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഇതാണ്. ഒന്ന്, പ്രൊഫഷണലായിട്ട് ഇത് യൂസ് ചെയ്യുന്നവർ, ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഹെഡ്ഫോൺസിൽ കൂടെ കേൾക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ. 2, ഗെയിമിംഗ് ചെയ്യുന്ന കുട്ടികളുണ്ട്, എത്രയോ അധികം കുട്ടികളുണ്ട്. അവർക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേതായിട്ടുള്ളത്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം നമ്മൾ വീട്ടിൽ കാണുന്ന TV പോലും ശബ്ദം വോള്യം വയ്ക്കാതെ ലാപ്ടോപ്പിൽ നിന്നും TV യിൽ നിന്നുമുള്ള ശബ്ദം ഇതിൽ കൂടെ കേൾക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ ചാൻസസ് ആർ ദെയർ, അതായത് സാധ്യത വളരെ ഹൈ ആണ് ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നതെന്നുള്ളത്. ശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂറിൽ കൂടുതൽ ഹെഡ്ഫോൺസിൽ കൂടെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് വെച്ച് കേൾവിക്കുറവ് വന്നാൽ? പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടത്, ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരമായി കാണും. നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റും ഹിയറിംഗ് എയ്ഡ് മുതലായവ ഉപയോഗിച്ച്. അല്ലാതെ ഈ ഡിസബിലിറ്റി നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേൾവിക്കുറവ് ഒരു പ്രാവശ്യം ഹെഡ്ഫോൺസ് വെച്ച് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, പിന്നെ എന്നേക്കും. എങ്ങനെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം? ഹെഡ്ഫോൺസ് ഇന്ന് യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് പല കാരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് ഉപയോഗിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെ ചെവി എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് 60-60 എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്.
ഒന്നാമത്തെ 60-ൻ്റെ അർത്ഥം 60 മിനിറ്റിൽ കൂടുതൽ 24 മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഹെഡ്ഫോൺസ് ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത് 60% കൂടുതൽ വോള്യം, ശബ്ദത്തിൻ്റെ പവർ ഉപയോഗിക്കാതിരിക്കുക. പല മെഡിക്കൽ ലിറ്ററേച്ചറിനകത്തും പറയുന്നത് ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കേൾവിക്കുറവ് ഇത് കാരണം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറയും എന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനും പുറമെ യൂസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ്. കേൾവിക്കുറവ് തുടങ്ങുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി അറിയാൻ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ ഗ്രാജുവലായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവാറേ ഇല്ല നമുക്ക് കേൾവിക്കുറവുണ്ടെന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ഹെഡ്ഫോൺ യൂസേഴ്സിനോടും എൻ്റെ അഭ്യർത്ഥന ഇതാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 3 മാസത്തിലോ 6 മാസത്തിലോ നിങ്ങളുടെ കേൾവി ചെക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. ഒരു ENT കൺസൾട്ടൻറ്റിനെ, ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടും ഈ ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കേൾവിക്കുറവ് വരുന്നതിന് മുമ്പ് തന്നെ